അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താമാരെ, എങ്ങനെയാണ് ജെമിനി എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അന്നന്നത്തെ പാഠങ്ങൾ നമുക്കൊരു ക്വിസ് മത്സരമാക്കി നടത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അതായിരുന്നു. വളരെ സിമ്പിളായി 1 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമ്മുടെ ഈ ജെമിനി എന്ന ഭാഗത്തെ ഏറ്റവും താഴെ ഭാഗത്തുള്ള സെർച്ച് ചെയ്യുന്നതിൻ്റെ താഴെ അവിടെ ചേർന്നിട്ടുള്ള പ്ലസ് ബട്ടൺ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ക്യാമറ, ഗാലറി എന്ന 2 ഓപ്ഷനുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് ഗാലറി തിരഞ്ഞെടുക്കാം. ക്യാമറയിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഗാലറിയിൽ നിന്ന് 2 ഫോട്ടോസുകൾ, അതായത് പാഠഭാഗത്തിലുള്ള 2 ഫോട്ടോസുകൾ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഞാൻ അവിടെ ഒരു പ്രോമിറ്റ് നൽകുകയാണ്, ഒരു ടെക്സ്റ്റ് നൽകുകയാണ്. അതിനുശേഷം എൻ്റർ അടിക്കുകയാണ്. ജെമിനി നമുക്ക് എന്താണ് നൽകുന്നതെന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചത് ഇതൊരു പാഠഭാഗമാണ്, ഇതിൽ നിന്ന് 10 ചോദ്യങ്ങൾ തയ്യാറാക്കണം, ഓരോ ചോദ്യത്തിനും ഓപ്ഷൻസുകൾ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ജെമിനി എന്താണ് നമുക്ക് നൽകി നോക്കാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളും 4 ഓപ്ഷൻസുകളും യഥാർത്ഥ ഉത്തരത്തിൻ്റെ വിശദീകരണമാണ് ജെമിനി നൽകിയിട്ടുള്ളത്. ഞാൻ ജെമിനിയോട് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ജെമിനി തന്നെ ക്വിസ് മത്സരം നടത്തുന്ന രീതിയിലാണ് വേണ്ടത്. ലിങ്ക് അയക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ രണ്ടാമത് വീണ്ടും ചോദിച്ചു. നമുക്കല്പം കാത്തിരിക്കാം. ചോദ്യം വന്നിരിക്കുന്നു. പലരും ചിലപ്പോൾ ഫസ്റ്റ് ചോദിച്ച സമയത്ത് ഇതുപോലെ ആയിരിക്കില്ല കിട്ടൽ. അപ്പം നമ്മൾ ആദ്യം ചോദിച്ചാൽ ചോദ്യങ്ങളാണ് വരിക. നമുക്ക് ഓക്കെയാണ്, നമ്മളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ. ഇപ്പോൾ ഒന്ന് നമ്മൾ കൊടുത്തതായതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കുന്നതല്ല, അതാണ് കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നതല്ലേ. അതിന് ശേഷം ചോദ്യം വന്നതിന് ശേഷം, ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജ് അയക്കാം. ജെമിനി തന്നെ ക്വിസ് മത്സരം നടത്തുന്ന രീതിയിലുള്ളതാണ് വേണ്ടത്, ലിങ്ക് അയക്കുക എന്ന് ടെക്സ്റ്റ് അയക്കുക. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും, തുറക്കുക. ഒരു ലിങ്കാണത്. ഇതിവിടെ നമുക്ക് ഷെയർ ബട്ടൺ കാണാം. ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് എന്താക്കാം, താഴെയുള്ള ഷെയറിൽ കൊടുത്തിട്ട് വാട്സപ്പിലേക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. കുട്ടികൾക്ക് തുറക്കുമ്പോഴും ഇതുപോലെയാണ് വരിക. അവിടെ നമുക്ക് ചോദ്യം കാണാം, ഹലീമ ബിയുടെ സംരക്ഷണത്തിൽ എത്ര കാലമാണ് നബി തങ്ങൾ കഴിഞ്ഞത്. ഓക്കെ, ഓരോ ചോദ്യത്തിനും നമുക്ക് ആൻസർ. അപ്പോൾ 6 വർഷം എന്നത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ താഴെ 4 വർഷമാണ്, കാരണം 2 വർഷം മുലയൂട്ടിയതും അതിനുശേഷം 2 വർഷമാണ് താമസിച്ചത്. അപ്പോൾ 4 വർഷം. അപ്പോൾ എൻ്റെ ഉത്തരം തെറ്റി എന്നതാണ് കാണിക്കുന്നത്. കണ്ടോ, യുവർ ആൻസർ, യഥാർത്ഥ ആൻസർ ആണിതുള്ളൂ. ഇനി ഞാൻ ശരിയായ ഉത്തരമാണ് കൊടുത്തതെങ്കിൽ, നബിത്തങ്ങൾക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ആമിന ബീവി മദീനയിലേക്ക് കൊണ്ടുപോയത്? 6 വയസ്സാണ് ശരി ഉത്തരം. ശരി ഉത്തരം കൊടുക്കുമ്പോൾ നബിത്തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ ബാക്കിയൊക്കെ ക്ലിയറാണ്. ഇനി നമ്മൾ തെറ്റ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം, ആമിന ബീവിയും നബിത്തങ്ങളും മദീനയിലേക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായത് ഉമ്മു ഐമൻ, ഞാൻ ഇവിടെ ഷൈമ എന്ന് കൊടുത്തു, അപ്പോൾ തെറ്റി. കണ്ടോ, അങ്ങനെ കുട്ടികൾ ഓരോ ചോദ്യത്തിനും ആൻസർ ചെയ്യുമ്പോൾ കണ്ടോ, ഇതൊന്നും ഞാൻ ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് എന്താകുന്നത്. അപ്പോൾ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിവിടെ. ജസ്റ്റ് ഞാൻ അടിച്ചു വിടുകയാണ്. ചോദ്യമൊന്നും വായിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവസാനത്തെ 10ാമത്തെ ചോദ്യം ഫില്ലായാൽ ഞാൻ 10ൽ 3 എണ്ണം ശരിയാണ്, 30% എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ താഴെ തന്നെ റിവ്യൂ ക്വിസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഇവിടെ ഏറ്റവും മുകളിൽ കണ്ട എത്ര ശരി, 3 എണ്ണം ശരിയാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. ഏതൊക്കെ ചോദ്യങ്ങളാണ് തെറ്റ് എന്നതൊക്കെ കൃത്യമായിട്ട് ജെമിനി പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യാനുള്ള, കുട്ടികൾക്ക് ഒരു മാർക്കുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞാൽ മതിയാവും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.